ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പഠന പരമ്പരയുടെ ഭാഗമായി ഇന്ന് ചിന്തിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് പ്രവചനം എന്ന വിഷയത്തെ പറ്റിയാണ്. വളരെ അർത്ഥവത്തായ ഒരു ശുശ്രൂഷയാണത്. അതിനെപ്പറ്റി നമുക്ക് ആരംഭത്തിൽ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു തിരുവചനം വായിച്ച് നമുക്ക് അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാൻ കർത്താവിൽ ആശ്രയിക്കുക. കർത്താവായ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമേയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. ഈ വാക്യത്തെ അടിസ്ഥാനമാക്കിയായിരിക്കാം നമ്മുടെ ഈ ചിന്ത, ഈ പഠനം നടക്കുന്നു. പ്രവചനം വളരെ വിവാദമുണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഇക്കാലത്ത് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ആ വാക്യം വെച്ച് കള്ളപ്രവാചകന്മാർ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണല്ലോ. കർത്താവ് തന്നെ പറഞ്ഞിരിക്കുകയല്ലേ, യേശുക്രിസ്തു കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയല്ലേ, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവരുടെ പ്രകൃതി എങ്ങനെയാണെന്നും പറഞ്ഞിട്ടല്ലേ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളത്രേ. ഈ വിഷയം വളരെ ഗൗരവമായി പഠിക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് നമുക്കൊരല്പം ഡീറ്റെയിൽ ആയിട്ട് ഈ വിഷയം പഠിക്കാൻ കർത്താവിൽ ആശ്രയിക്കും. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ പോലും ഇതിനെപ്പറ്റിയുള്ള പരാമർശങ്ങൾ, അതായത് പ്രവചന ശുശ്രൂഷ നടക്കുന്നതായിട്ട് കാണാം. കൂടുതലായ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഈ യാക്കോബ് വാർദ്ധക്യത്തിൽ തന്റെ മക്കളെ വിളിച്ച് അവരെ പറ്റിയുള്ള ഭാവി സംഭവങ്ങൾ വിശദീകരിക്കുന്ന ഭാഗം ഒന്നുകളുടെ വാക്യങ്ങളിൽ നമുക്ക് കാണാം. പിന്നെ അങ്ങോട്ട് വന്നാൽ അതിനകത്ത് അബ്രഹാം പിതാവിനെ ആ ഒരു പ്രവാചകനായിട്ട് നമുക്ക് കാണാമല്ലോ ഒരർത്ഥത്തിൽ. ആ ഭാഗം ഞാനവിടെ വിടുകയാണ്. വീണ്ടും പുറപ്പാട് പുസ്തകത്തിലേക്ക് വന്നാൽ നമുക്കറിയാം, മോശയും അഹ്റോനും യോശുവായും ഒക്കെ പ്രവാചകഗണത്തിൽപ്പെട്ടവരാണല്ലോ. മോശ അക്ഷരാർത്ഥത്തിൽ ഒരു പ്രവാചകനാണ് എന്ന തിരുവചനം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തെളിയിക്കുന്നുണ്ട്. അതിൻ്റെയും ആഴമായ മറ്റു വശങ്ങളിലേക്ക് കടക്കാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. സംഖ്യാപുസ്തകം അതിൻ്റെ 22-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ നമ്മൾ ഈ ബലയാം എന്ന ഒരു പ്രവാചകനെ പറ്റിയുള്ള തിരുവചന ഭാഗം ചെറുതായിട്ട് നമുക്ക് കാണാമല്ലോ. എല്ലാവർക്കും അറിയാവുന്ന അതിൻ്റെ 4 വാക്യം ഇങ്ങനെ പറയുന്നു. സംഖ്യാപുസ്തകം 22-ന്റെ 4: കാള വയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ ഈ കൂട്ടം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും നക്കിക്കളയും എന്ന് പറഞ്ഞു. അക്കാലത്ത് ഇത് മോവാബ് രാജാവ് സിപ്പോരിന്റെ മകനായ ബാലാക്കായിരുന്നു. അവൻ ബയോരിന്റെ മകനായ ബലയാമിനെ വിളിപ്പാൻ അവന്റെ സ്വജാതിക്കാരുടെ ദേശത്ത് നദീതീരത്തുള്ള പെഥോറിലേക്ക് ദൂതന്മാരെ അയച്ചു. ഒരു ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നു, ഭൂതലത്തെ മൂടിയിരിക്കുന്നു. അവർ എനിക്കെതിരെ പാർക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കണമേ എന്ന് പറയുന്ന ഭാഗം. ബലയാം ഒരു വലിയ പ്രവാചകനാണ് എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണാം. ഞാനതിൽ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കാതെ ദൈവജനത്തിന് വായിച്ച് ധ്യാനിക്കാൻ അതിൻ്റെ റെഫറൻസസ് മാത്രം പറയുകയാണ്. 23-ാം അധ്യായത്തിൽ ഈ ബലയാം തന്റെ ഉപദേശങ്ങൾ കൃത്യമായി പറയുന്നത് 9-ാമത്തെ വാക്യം മുതൽ നമുക്ക് കാണാം. 8-ാമത്തെ വാക്യം മുതൽ അല്ല 7-ാമത്തെ വാക്യം മുതൽ നമുക്ക് കാണാം. ഇവിടെ ബാലാക്ക് എന്നെ അരാമിൽ നിന്നും മോവാബ് രാജാവ് പൂർവ്വപർവ്വതങ്ങളിൽ നിന്നും വരുത്തി, ചെന്ന് യാക്കോബിനെ ശപിക്കുക, ചെന്ന് ഇസ്രായേലിനെ പ്രാകുക എന്ന് പറഞ്ഞു. ദൈവം ശപിക്കാത്തവനെ, 8-ാം വാക്യം പറയുകയാണ്, ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? ശിലാഗ്രഹങ്ങളിൽ ഞാൻ അവനെ കാണുന്നു തുടങ്ങിയുള്ള വാക്യങ്ങൾ അത് ദൈവജനം വായിച്ച് ധ്യാനിക്കും. ബലയാം എന്ന പഴയ പ്രവാചകൻ യഹോവയുടെ ആത്മാവ് വ്യാപരിച്ച് പ്രവചിച്ച കാര്യങ്ങളൊക്കെ 23-ാം അധ്യായത്തിലും 24-ാം അധ്യായത്തിലും അത് തന്നെ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ
ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് യഹോവയ്ക്ക് പ്രസാദമെന്ന് ബലയാം കണ്ടപ്പോൾ അവൻ മുമ്പിലത്തെ പോലെ ലക്ഷണം നോക്കുവാൻ പോകാതെ മരുഭൂമിക്ക് നേരെ മുഖം തിരിച്ചു. ബലയാം തല ഉയർത്തി ഇസ്രായേൽ ഗോത്രമായി പാർക്കുന്നത് കണ്ടു. അടുത്ത വാക്യം ശ്രദ്ധിക്കണമേ. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു എന്നത് പറയാൻ ആ വാക്യം വായിച്ചത്. അപ്പോൾ 23-ാം അധ്യായത്തില് 22-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങൾ, അതിന്റെ 12-ാം വാക്യം വായിക്കും, 16 തുടങ്ങിയ വാക്യങ്ങൾ, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ദൈവജനം വായിച്ച് ധ്യാനിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ബലയാമിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ. അത് എങ്ങനെയായിരുന്നു തന്റെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടപ്പോൾ തന്നെ അത് ഒരു നിലയിൽ സത്യസന്ധമായി ഇടപെട്ടെങ്കിലും പിന്നത്തേതിൽ കുതന്ത്രം ഉപയോഗിച്ച് യേശുക്രിസ്തു പറഞ്ഞ ആ വാക്യം അന്വർത്ഥമാകത്തക്കവണ്ണം, അതെ, അകത്ത് പ്രവാചകൻ നല്ല മിടുക്കനായിട്ട് നല്ല യോഗ്യമായിട്ട് ചെയ്തെങ്കിലും അതിന്റെ പുറത്തുകൂടി അഭ്യാസം കളിച്ചത് ദൈവജനത്തെ അറിയാമല്ലോ. അതുകൊണ്ട് ആ ഭാഗം ദൈവജനം വായിച്ച് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുവാൻ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അടുത്തതായി നമ്മൾ ആവർത്തന പുസ്തകത്തിലേക്ക് വന്നാൽ അതിന്റെ 13-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ ദൈവജനം വായിച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം ആ വാക്യം. 13-ന്റെ 1 മുതൽ. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ചു നടത്തും. അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത്. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകന്റെയോ സ്വപ്നക്കാരന്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പരീക്ഷിക്കുകയാകും. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ അനുസരിച്ച് ഭയപ്പെടുകയും അവന്റെ കൽപ്പന പ്രമാണിച്ച് അവന്റെ വാക്ക് കേൾക്കുകയും അവനെ സേവിച്ച് അവനോട് ചേർന്നിരിക്കുകയും വേണം. കൃത്യമായി ദൈവം പറഞ്ഞ ഈ വാക്യം ഭയങ്കര ഗൗരവമായി കാണേണ്ടതല്ലേ ദൈവമക്കളെ? ഏകസത്യ ദൈവമായ യഹോവയുടെ ആലോചനകളെ, അരുളപ്പാടുകളെ ഗൗരവമായി കണ്ട് അതിനോട് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് അവകാശമില്ലെന്ന് അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ദൈവം പറഞ്ഞ ആ അരുളപ്പാട് അതുപോലെ അനുസരിക്കാൻ ദൈവജനം ബാധ്യസ്ഥമല്ലേ? പിന്നെ കാലാകാലങ്ങളിൽ അതും ഇതൊക്കെ എന്നോട് കൂട്ടിച്ചേർക്കാൻ നമുക്ക് വകുപ്പുണ്ടോ? എനിക്കറിയില്ല എങ്ങനെയായി ഈ അബദ്ധങ്ങൾ പറ്റുന്നതെന്ന്. ആവർത്തന പുസ്തകം 14-ാം അധ്യായം 1-ാം വാക്യം കൂടെ നോക്കി. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മക്കളാകുന്നു. ആ പദം ദൈവത്തിന്റെ മക്കളാണെന്ന് തിരുവചനം വ്യക്തമായി പറഞ്ഞിരിക്കുകയല്ലേ? അതെന്ത് ഗൗരവമായി കാണേണ്ട ഒരു വാക്യമാണ് സത്യത്തില്. അത് പിന്നെ 18-ാം വാക്യത്തില് 18-ാം അധ്യായത്തില് നമുക്കറിയാം യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനം. നമ്മള് മറ്റൊരു ചിന്തയിൽ, ഒരു പഠനത്തിൽ അത് ചിന്തിച്ചതാണ്. എങ്കിലും പ്രവചനം എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. അതിന്റെ 15-ാം വാക്യം, 18-ന്റെ 15, ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന് 15 മുതൽ ചില വാക്യങ്ങൾ നമുക്ക് ഒന്ന് വേഗത്തിൽ വായിച്ച് ജസ്റ്റ് ഓടിച്ച് വായിക്കുന്നത് നല്ലതാണ്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെപ്പോലെ ഒരു പ്രവാചകന് നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. ആ വാക്യം ദൈവജനം അതിന്റെ അർത്ഥത്തിന് തനിമയിലൊന്ന് ഏറ്റെടുത്ത് നോക്കി. അടുത്തത്, അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് എന്റെ ദൈവമായ യഹോവയുടെ ശബ്ദം കേൾപ്പാനും ഈ മഹത്തായ തീ കാണുവാനും എനിക്ക് ഇടവരരുതേ എന്നിങ്ങനെ ഹോരേബിൽ വെച്ച് മഹായോഗം കൂടിയ നാളിൽ നിന്റെ ദൈവമായ യഹോവയോട് നീ അപേക്ഷിച്ചതുപോലെ തന്നെ അന്ന് യഹോവ എന്നോട് അരുളി ചെയ്തത് എന്തെന്നാൽ, അവർ പറഞ്ഞു, ശരി, നിന്നെപ്പോലൊരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കും. ഞാൻ അവരോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. അവൻ എന്റെ നാമത്തിൽ പറയുന്ന എന്റെ വചനങ്ങൾ യാതൊരുത്തിനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. അത് ഗൗരവമായി ചിന്തിച്ചു നോക്കി ദൈവമക്കളെ, ആ വാക്യത്തിനൊന്നൊരു വിശദീകരണം ആവശ്യമില്ലല്ലോ. കൃത്യമായിട്ട് യഹോവയായ ദൈവം നേരിട്ട് പറയുന്ന വാക്യങ്ങളല്ലേ?
അടുത്തത് 20-ാം വാക്യം. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എന്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം എന്ന് യഹോവ അരുളി ചെയ്യും. യഹോവ അരുളി ചെയ്യാത്ത വചനമെന്ന് ഞങ്ങൾ എങ്ങനെ അറിയുമെന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ, ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളി ചെയ്തതല്ല, പ്രവാചകനത് സ്വയംകൃതമായി സംസാരിച്ചതത്രേ. അവനെ പേടിക്കരുത്. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് നമുക്കറിയാമല്ലോ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ദെബോറ എന്നൊരു പ്രവാചകയെ പറ്റിയുള്ള പരാമർശം നമുക്ക് കാണാം. തുടർന്ന് ശമൂവേൽ പ്രവാചകൻ, അദ്ദേഹത്തെ പ്രവാചകൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് തന്നെ. ഇതുവരെയും ബൈബിളിൽ രേഖപ്പെടുത്തിയുള്ള പ്രവാചകൻ ഏറ്റവും ശക്തനായ പഴയ നിയമ പ്രവാചകനാണ് ശമൂവേൽ പ്രവാചകൻ. നമുക്കറിയാം ദാവീദ് അതുപോലെ അനുഗ്രഹീതനായ ഒരു പ്രവാചകനാണ്. ധാരാളം സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. സങ്കീർത്തനങ്ങളിൽ ധാരാളം പ്രവചനങ്ങൾ നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അത് ദൈവജനത്തിന് സാമാന്യം അറിവുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് തൽക്കാലം കിടക്കുന്നില്ല. അതുപോലെ യെശയ്യാ പ്രവാചകനെ പറ്റി സംശയമില്ലാതിലൂടെ അറിയാമല്ലോ. യിരെമ്യാ പ്രവാചകനെ പറ്റിയും നന്നായിട്ട് ജനത്തിനറിയാം. ആ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 21-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യിരെമ്യാവ് 23-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പ്രവാചകന്മാരെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ അവരെ കാഞ്ഞിരം തീറ്റി നഞ്ചുവെള്ളം കുടിപ്പിക്കും. യെരൂശലേമിലെ പ്രവാചകന്മാരിൽ നിന്നല്ലോ വഷളത്വം ദേശത്തെല്ലായിടവും പരന്നിരിക്കുന്നത്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. അവർ നിങ്ങളെ വ്യാജമുപദേശിക്കുന്നു. യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പരിശുദ്ധാത്മ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന വാക്യം നോക്കൂ. സ്വന്തം ഹൃദയത്തിലെ വികാരങ്ങളും ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് പ്രവചനമായി പറയുന്ന പഴയ നിയമ പ്രവാചകന്മാരെ പറ്റിയുള്ള യഹോവയുടെ സങ്കടം എത്ര വേദനാജനകമാണെന്ന് ഓർത്തു നോക്കൂ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ, അതുപോലെ എസെക്കിയേലിന്റെ പുസ്തകത്തിലും കളപ്രവാചകന്മാരുടെ പരാമർശം കാണും. ദാനിയേൽ അനുഗ്രഹീതനായ പ്രവാചകനാണല്ലോ. സഖറിയ പ്രവാചകൻ, മലാക്കി വരെയുള്ള എല്ലാ പ്രവാചക പുസ്തകങ്ങളെ പറ്റി ഈ പുസ്തകങ്ങളിലുള്ള എന്താ രീതിയിലായിട്ടുള്ള പ്രവാചകന്മാരെ പറ്റിയൊക്കെ സാമാന്യമായി നമുക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ തരുണത്തിൽ ഞങ്ങളുടെ സാക്ഷ്യം കൂടി ഒന്ന് പ്രസ്താവിക്കുന്നത് യോഗ്യമായിരിക്കുമെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നത് കൊണ്ടും പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ തരുന്നത് കൊണ്ടും ഞാൻ ആ ഭാഗത്തൂടി ഒന്ന് ടച്ച് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു യാഥാസ്ഥിതിക കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട എനിക്ക് ബൈബിളുമായി ഒരു ബന്ധവുമില്ലായിരുന്നു. ബൈബിൾ വായിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. 83 എൻ്റെ ഓർമ്മ. 83 POC ആദ്യമായി മലയാളത്തിൽ കത്തോലിക്ക സഭയുടെ ഒരു ബൈബിൾ പബ്ലിഷ് ചെയ്ത് 81 പബ്ലിഷ് ചെയ്തത്. 83 അത് ഞാൻ എൻ്റെ ക്വാർട്ടേഴ്സിൽ എൻ്റെ ഉടമസ്ഥനായ പയ്യൻ എൻ്റെ അടുക്കലെ ബൈബിൾ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, സാറേ ഇത് ഒരു ബൈബിൾ വാങ്ങണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ എനിക്ക് സമയമില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന്. അപ്പോൾ അവൻ പറഞ്ഞത്, നമ്മുടെ ഒരു ബൈബിളല്ലേ സാറേ, ഇരിക്കട്ടെ, ഒരെണ്ണം വാങ്ങിച്ചു ഈ സമയം വരെ വായിക്കാമല്ലോ എന്ന് അവൻ സ്നേഹത്തോടെ നിർബന്ധിച്ചപ്പോൾ ഒരെണ്ണം വാങ്ങിയ വഴി ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയതല്ല. മറിച്ച് നോക്കിയാൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു 3-4 പേജ് ചുമ്മാ ഇങ്ങനെ മറിച്ച് നോക്കി വെച്ചു, വായിച്ചൊന്നുമില്ല അങ്ങ് വെച്ചു. പിന്നത്തേതിൽ 83 അവസാന ഡിസംബറിൽ ഞാൻ ജോലി റിസൈൻ ചെയ്ത് ഖത്തർ എന്ന ഗൾഫ് പ്രദേശത്തേക്ക് പോയപ്പോൾ എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു വിഷയമാണ്. ആ ബൈബിളും കൊണ്ടാണ് ഞാൻ പോയത്. ഒരു ദൈവം എന്നെ സ്നേഹിച്ചിരുന്നത് കൊണ്ട്, ദൈവം എന്നെ കണ്ടിരുന്നത് കൊണ്ടും ഏതായാലും ഞാൻ ആ ബൈബിളും കൊണ്ടാണ് പോയി. പക്ഷെ അവിടെ ചെന്നെങ്കിലും വായിക്കാനിടയായില്ല. അവിടെ നിന്ന് ഞാൻ കുർബാനയ്ക്കൊക്കെ പോയിരുന്ന ഒരു കത്തോലിക്ക കൂട്ടായ്മ തന്നെയായിരുന്നു. അമേരിക്കൻ ഫാദർ ജോൺ എന്ന് പറയുന്ന അനുഗ്രഹീതനായ, നല്ല ലാളിത്യവും സിംപ്ലിസിറ്റിയുള്ള ഒരു അനുഗ്രഹീതനായ ഒരു അച്ഛനായിരുന്നു അന്നത്തെ കുർബാനയൊക്കെ നയിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹവുമായി വളരെ സൗഹൃദം സ്ഥാപിക്കുകയും
ഞങ്ങൾ വളരെ നല്ല ബന്ധത്തിൽ തുടരുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ തൊട്ടടുത്ത് ഒരു മർത്തോമാക്കാരൻ സഹോദരനാണ് ഇരിക്കും. ഞങ്ങൾ രണ്ടുപേരും മലയാളികൾ അടുത്തടുത്തുണ്ട്, ബാക്കിയെല്ലാം അറബികളാണ്. അപ്പോൾ ഞങ്ങൾ മലയാളത്തിൽ പറയുന്നതൊന്നും മറ്റും മനസ്സിലാകില്ലല്ലോ. ഞങ്ങൾ ആത്മീയ വിഷയങ്ങൾ സംസാരിക്കും. അദ്ദേഹം തിരുവചനത്തിലെ പല കാര്യങ്ങളും പറയും. ഞാൻ അച്ഛന്മാർ പറഞ്ഞു കേട്ടുള്ള അറിവല്ലാതെ എനിക്ക് ബൈബിൾ വായിച്ചുള്ള അറിവില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് മുന്നിൽ പകച്ചു നിൽക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു, ഇല്ല, എന്തായാലും ബൈബിൾ ഉണ്ടല്ലോ, ഞാൻ ബൈബിൾ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഇദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇദ്ദേഹത്തെ കത്തോലിക്കനാക്കും എന്ന് എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു. അതിനുശേഷം ബൈബിൾ വായിക്കാൻ തുടങ്ങി വീട്ടിൽ ചെന്നു. പക്ഷെ ബൈബിൾ വായിച്ചപ്പോൾ ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലായി. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, എൻ്റെ യുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്ത ചില പല ചിന്തകൾ എൻ്റെ മനസ്സിൽ കൂടി കടന്നു വന്നു. ഞാൻ വേറൊരു സ്നേഹിതനോട് പറഞ്ഞു, നിങ്ങൾ ഈ തിരുവചനമാണ്, ബൈബിളാണ്, വലിയ പുസ്തകമാണെന്നൊക്കെ പറയുന്ന സാധനം, ഇതെന്തോ വിവരക്കേടാ എന്ന് അദ്ദേഹത്തോട് അല്പം റഫായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട്, ചാക്കോ എന്തിനാ അതിന് ടെൻഷൻ പിടിക്കേണ്ട, ഞാനൊരു ചെറിയ പുസ്തകം തരാം, അതൊന്ന് വായിച്ചു നോക്കൂ, അപ്പോൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകുമെന്ന് എന്നോട് പറഞ്ഞു. അതനുസരിച്ച് അദ്ദേഹം എനിക്ക് ചെറിയ പുസ്തകം തന്നു. ആ പുസ്തകം ഇസ്രായേലിൻ്റെ അക്ഷരികമായ ചരിത്രമാണ്. ചെറിയ ബുക്കാണ്, ഒരു 50-60 പേജ് കൂടുതലെന്ന് എൻ്റെ ഓർമ്മ. ഏതായാലും ആ പുസ്തകം വായിച്ചത് എനിക്ക് വളരെ അനുഗ്രഹമായി തീർന്നു. ഇസ്രായേൽ എന്ന കുഞ്ഞു രാജ്യത്ത് നടന്ന മനുഷ്യബുദ്ധിക്ക് അതീതവും ചിന്തിക്കാൻ കഴിയാത്തതുമായ മഹാ അത്ഭുതങ്ങൾ നടന്ന ലോക ചരിത്ര സംഭവങ്ങൾ മാത്രം എന്ന് പറഞ്ഞാൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങൾ. ഉദാഹരണത്തിന്, ഇദി അമീൻ രാജ്യം ഭരിക്കുന്ന, ഉഗാണ്ടയിൽ ഭരിക്കുന്ന ആ സമയത്താണ് എന്ന് അദ്ദേഹമാണെന്ന് എൻ്റെ ഓർമ്മ. വർഷങ്ങളായതുകൊണ്ട് എനിക്ക് എത്ര കൃത്യമായ ഓർമ്മയില്ല, എങ്കിലും എൻ്റെ ഏകദേശം ഓർമ്മയില്ല. അവിടെ എൻഡബറി എന്ന് പറഞ്ഞൊരു വിമാനത്താവളത്തിലേക്ക് യഹൂദന്മാരൊരു വിമാനം റാഞ്ചിക്കൊണ്ടുപോയി അവിടെ വിലപേശിക്കൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിൽ യഹൂദന്മാർ വളരെ വിദഗ്ധമായി ഒരു പ്ലെയിൻ അവിടെ കൊണ്ടുചെന്ന് ആ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് ബന്ധികളാക്കിയിരുന്ന ഇസ്രായേൽ ജനത്തെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന മഹാസംഭവം അക്ഷരാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണ്. 1-2 പേര് മാത്രമേ മരിച്ചിട്ട് ബാക്കി എല്ലാവരും രക്ഷപ്പെട്ട് ഇസ്രായേലിനെ മടക്കി കൊണ്ടുവന്ന ആ സംഭവം. എനിക്കൊരു കാര്യം മനസ്സിലായി, മനുഷ്യന് അസാധ്യമെങ്കിലും സർവശക്തനായ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്ന സത്യം അതിലൂടെ തെളിഞ്ഞു. മറ്റൊരു സംഭവം എൻ്റെ ഓർമ്മയിലുള്ളത് 1967 എൻ്റെ ഓർമ്മ. ഈജിപ്ഷ്യൻ പ്രസിഡന്റായിരുന്ന നാസർ മറ്റു ചുറ്റുവട്ടുള്ള മറ്റെല്ലാ അറബ് സഖ്യകക്ഷികളുമായി യോജിച്ചുകൊണ്ട് ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുദ്ധത്തിന് സന്നാഹമൊരുക്കി. അവർ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചതിന് തലേന്ന് ഇസ്രായേൽ കയറി അവരെ അടി. വെറും 6 ദിവസം നീണ്ടുനിന്ന ആ മഹായുദ്ധത്തിൽ ഇസ്രായേലിന് അന്യാധീനപ്പെട്ട പല സ്ഥലങ്ങളും തിരിച്ചു പിടിക്കാനിടയായ മഹാസംഭവം ഞാനതിൽ കണ്ടു. അതുപോലെ ഗോലാൻ ഹൈറ്റ്, വെസ്റ്റ് ബാങ്ക്, സീനായി തുടങ്ങിയ ഒത്തിരി പ്രദേശങ്ങൾ ഇസ്രായേലിന് അന്യപ്പെട്ടിരുന്ന പല സ്ഥലങ്ങളും തിരിച്ചു പിടിക്കാൻ കഴിയുന്ന മഹാസംഭവം. ഭയങ്കരമായ ആഘാതം ശത്രുക്കൾക്ക് കൊടുത്ത വലിയ സംഭവം. എല്ലാവരും ഞെട്ടിപ്പോയി. വാസ്തവത്തിൽ ഈ സംഭവത്തിലും ദൈവത്തിൻ്റെ കൈയാണ് പ്രവർത്തിച്ചതെന്ന് കൃത്യമായി എനിക്ക് മനസ്സിലായി. അതിൽ നിന്നൊരു പാഠം ഞാൻ പഠിച്ചു. യഹൂദന്മാരുടെ വിശുദ്ധരഹിതമാണല്ലോ നമ്മുടെ പഴയ നിയമം. ആ പഴയ നിയമം ദൈവത്തിൻ്റെ വചനമാണെന്നും ദൈവം സർവശക്തനാണെന്നും സർവവല്ലഭനാണെന്നുമുള്ള സത്യം എനിക്ക് ബോധ്യമായി. അപ്പോൾ ആ ദൈവം തൻ്റെ ജനത്തിന് നൽകിയ തിരുവചനം ഗൗരവമേറിയതും ദൈവത്തിൻ്റെ വചനവുമാണെന്നുള്ള ബോധ്യം വന്നപ്പോൾ പ്രാർത്ഥനയോടെ ബൈബിൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ബൈബിൾ വായിച്ചു വന്നപ്പോൾ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ എൻ്റെ കണ്ണ് തള്ളിപ്പോയി എന്ന് ഞാൻ പറയുമ്പോൾ കണ്ണ് തള്ളിയതല്ല, എൻ്റെ ചിന്താമണ്ഡലത്തെ ആകെ മാറ്റിമറിച്ചൊരു സംഭവം. അതിൽ 4 മുതലുള്ള വാക്യങ്ങളിൽ കൃത്യമായിട്ട് ദൈവം പറയുകയാണ്, ഒരു വിഗ്രഹമുണ്ടാകരുത്, മീത സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത് എന്ന് കൃത്യമായി ദൈവം പറഞ്ഞു വെച്ചിരിക്കെ, തീയുടെ നടുവിൽ നിന്ന് തന്നെ ജനത്തെ പ്രബോധിപ്പിച്ച് അരുളപ്പാട് നൽകിയ മഹാദൈവത്തിൻ്റെ ഈ തിരുവചനം സത്യമായിരിക്കെ
ഞാൻ പോയിക്കൊണ്ടിരുന്ന പള്ളികളിൽ ധാരാളം രൂപങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ഉണ്ട്, മാതാവിൻ്റെ ഉണ്ട്, ഔസേപ്പുണ്യാളിൻ്റെ ഉണ്ട്, അനേക വിശുദ്ധന്മാർ, പ്രത്യേകിച്ച് അനേക വിശുദ്ധന്മാർ മറ്റുള്ളവരൊക്കെ ഉണ്ട്. വിഗ്രഹം ഉണ്ടാക്കുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടാക്കുന്നത് തന്നെ തെറ്റല്ലേ? അതിൻ്റെ ഉദ്ദേശം എന്ത് വ്യാഖ്യാനം കൊടുത്താലും ദൈവം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തോ പന്തികേടുണ്ട്. അപ്പോൾ ഞാൻ യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ രൂപം എൻ്റെ വീട്ടിലുണ്ട്. അതിൻ്റെ മുൻപിൽ മെഴുതിരി കത്തിച്ച് വെച്ച് പുതിയ നിയമത്തിൽ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു എന്ന് പറഞ്ഞ എൻ്റെ കർത്താവേ, അങ്ങയുടെ സത്യവഴി ഏതെന്ന് അസന്നിഗ്ധമായി അങ്ങ് ബോധ്യമാക്കിയാൽ ആ പാത പിൻപറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതങ്ങ് വെളിപ്പെടുത്തി തരണമേ. അത് ഒരു അടയാള സഹിതം എനിക്ക് ബോധ്യമാക്കി തരണമേ എന്ന് ദിവസവും പ്രാർത്ഥിക്കുകയും ആഴമായ പ്രാർത്ഥനയോടെ ബൈബിൾ വായിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ വായിച്ചു വന്നപ്പോഴാണ് റോമാലേഖനം 1-ാം അധ്യായത്തിൽ ഒരു ഭാഗം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ദൈവത്തെ അറിയാനുള്ളത് മുഴുവൻ ഈ പ്രപഞ്ചത്തിൽ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിലും ദൈവത്തെ ദൈവമായി അറിഞ്ഞ് ദൈവമായി മഹത്വപ്പെടുത്തേണ്ടതിന് പകരം ദൈവത്തിൻ്റെ മഹത്വം മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഇഴജന്തുക്കൾക്കും കൊടുക്കുന്ന ഭോഷനായ മനുഷ്യൻ എന്ന വാക്യം അതെന്നെ സ്പർശിച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞങ്ങൾ വൈകിട്ട് കൊന്തയിലും ആ കൊന്തയ്ക്കകത്ത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 53 പ്രാവശ്യം മാതാവിനോട് പ്രാർത്ഥിക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവിനുള്ളത് 6 പ്രാവശ്യവും ചൊല്ലും. അപ്പോൾ ദൈവത്തെക്കാൾ പ്രാധാന്യം മാതാവിന് കൊടുക്കുന്നു എന്നത് ആ കൊന്തയുടെ അനുഭവത്തിൽ നിന്ന് സ്പഷ്ടമാണല്ലോ. അതിനേക്കാൾ ഉപരി ഞാനീ പറഞ്ഞ ആ റോമാലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 18 മുതലുള്ള വാക്യങ്ങളിൽ എന്നെ സ്പർശിച്ചൊരു വാക്യം ഇതാണ്. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ ഗീവരസുനാളുടെ രൂപമുണ്ട്. ഗീവരസുനാളൻ മനുഷ്യൻ, കുതിര, മൃഗം, പാമ്പിഴജാതി ഇതെല്ലാം ഉള്ള ഒരു ഭാഗം, ഒരു രൂപമാണല്ലോ ഗീവരസുനാളുടെ രൂപം. ഞങ്ങൾക്ക് എല്ലാ വർഷവും ഒരു കോഴിയെ നേരും ഗീവരസുനാളിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് മുറ്റത്തിട്ടിരിക്കുന്ന നെല്ല് ആ പുണ്യവാള നേർന്ന കോഴി വന്ന് നെല്ല് കൊത്തി തിന്നാൽ പോലും കോഴിക്കാൻ ഞങ്ങൾക്ക് പേടിയാണ്. അങ്ങനെ വളർത്തപ്പെട്ട സാഹചര്യത്തിൽ ഞാൻ ചിന്തിച്ചു, ഈ വാക്യം ചിന്തിച്ചപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും എഴുതർക്കും കൊടുക്കുന്ന ഭോഷനായ മനുഷ്യൻ, ആ ഭോഷൻ ഞാനെന്ന് സ്വയം ദൈവത്തോട് സമ്മതിച്ചു. ഞാൻ ഏറ്റു പറഞ്ഞു, ഇനി അത്തരം വിവരക്കേട് കാണിക്കയില്ലെന്ന് കർത്താവിനോട് പറഞ്ഞു. ഒരു തെളിവുകൂടി ഈ തിരുവചനത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ബോധ്യമാക്കാൻ വേണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തിരുവചനത്തിലൂടെ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. വീണ്ടും ജനനം എന്താണ് എന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുണ്ട്. കർത്താവ് അസന്നിഗ്ധമായി സത്യം ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്, വീണ്ടും ജനിക്കാത്തൊരു വ്യക്തി ദൈവരാജ്യം കാണുകയില്ല, കടക്കുകയുമില്ല. അതെങ്ങനെയാണെന്നും കർത്താവ് പറഞ്ഞ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വിഷയങ്ങളൊക്കെ ആത്മാവിൽ പ്രാർത്ഥിച്ച് ഏകദേശം കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, ഏകദേശമായിട്ട്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ പെന്തിക്കോസ് കൂട്ടായ്മ വചനമനുസരിച്ച് പോകുന്നൊരു കൂട്ടായ്മയാണെന്ന് മനസ്സിലായെങ്കിലും അവരാഭരണം ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് കൊണ്ട് അതിനോട് പൊരുത്തപ്പെടാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നി. അത് വെറുതെ മാനുഷിക തോന്നലല്ല, തിരുവചന വെളിച്ചത്തിൽ തന്നെ എനിക്ക് തോന്നിയ 2 കാര്യങ്ങൾ കൂടി പറയാം. യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്കറിയാം, ഒരു മനുഷ്യൻ നല്ല മോഴിയായ വസ്ത്രം ധരിച്ച് മൺമോതിരം ഇട്ടുകൊണ്ട് വന്നാൽ നീ ഇവിടെ സുഖേനിരിക്കുക എന്നും പാവം പിടിച്ചുകൊണ്ട് വന്നാൽ നീ അവിടെ നിൽക്കുക എന്നും പറയും എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം സഭായോഗങ്ങളിൽ മോതിരമിട്ട ആളുകൾക്ക് വരാം, അല്ലെങ്കിൽ ആഭരണം ധരിക്കുന്നവരുണ്ട് എന്നല്ലേ അർത്ഥം എന്നെൻ്റെ മനസ്സിൽ ചിന്ത വന്നു. മറ്റൊന്ന്, കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞ ആ മുടിയൻ പുത്രന്റെ ഉപമയുണ്ടല്ലോ. മുടിയൻ പുത്രൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ മോതിരം അണിയിച്ചല്ലേ മകനെ സ്വീകരിച്ചത്. മോതിരം കയ്യിൽ അണിയിച്ച അവനെ ബഹുമാനിച്ച് അംഗീകരിച്ച അനുഭവവും മറ്റൊരു വശത്ത് എൻ്റെ മനസ്സിൽ ചിന്ത വന്നു. അപ്പോൾ ഈ രണ്ടും വെച്ച് നോക്കുമ്പോൾ ആഭരണം മൂരണം എന്ന് പറയുന്നത് മൗഢ്യമാണെന്നും വചനവിരുദ്ധമാണെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിനെ ഭരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാക്കോബിന്റെ ലേഖനത്തിലും അതുപോലെ യോഹന്നാന്റെ 1-ാം ലേഖനത്തിലും പറഞ്ഞിരിക്കും, ജനമോഹം, കൺമോഹം, ജീവനത്തിന് പ്രതാപം എന്നിവ പറ്റിയുള്ള പരാമർശമുണ്ടല്ലോ.
ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണെന്ന വാക്യം. അപ്പൊ ലോകസ്നേഹത്തെ പറ്റി പഠിച്ചപ്പോൾ ഞാൻ എന്തിനാണ് ആഭരണം ധരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ധരിക്കുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം പിടികിട്ടി. അപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ കാര്യം കൃത്യമായി ബോധ്യമാക്കി. അങ്ങനെ ആ ബോധ്യം വന്നപ്പോൾ ആഭരണ വിഷയവും പെന്തിക്കോസ്ത് സഭകളിൽ പഠിപ്പിക്കുന്നത് ശരിയാണ് എന്ന ചിന്ത എന്നെ ഭരിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ്, വ്യാഴാഴ്ച ഞാൻ ഉച്ചവരെ ജോലിയുള്ളൂ. ആ ജോലി കഴിഞ്ഞ് വന്ന് വണ്ടി പാർക്ക് ചെയ്തപ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ദേവദാസൻ എൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് അദ്ദേഹം വണ്ടി പാർക്ക് ചെയ്തിട്ട് എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ചാക്കോച്ചായ, നാളെ ഞങ്ങളുടെ വീട്ടിലൊരു പ്രാർത്ഥനയുണ്ട്, ഒരു പ്രവാചകൻ വരുന്നുണ്ട്, കഴിയുമെങ്കിൽ നിങ്ങൾ കുടുംബമായി വന്ന് അതിൽ സംബന്ധിക്കുന്ന അനുഗ്രഹമായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, പ്രവാചകനോ? അതാരാണ്, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്രവാചകൻ എന്ന് പറയുന്നത് ദൈവം പരിശുദ്ധാത്മാവിൽ വരം കൊടുത്ത് നമ്മെപ്പറ്റി വിവേചിച്ച് നമ്മുടെ ഭാവിയും ഭൂതവും ഒക്കെ കൃത്യമായി പറയുന്ന വരം ലഭിച്ചൊരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു. ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല, അങ്ങനെ നോക്കട്ടെ, പറ്റിയ വരാം എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി. ഞാൻ വൈഫിനോട് വിവരം പറഞ്ഞു. അപ്പോൾ വൈഫും പറഞ്ഞു, നമുക്ക് പോകാം, അടുത്ത ആൾ തൊട്ടടുത്തല്ലേ, ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, എൻ്റെ ഭാര്യ ആഭരണം ധരിക്കുന്നവർ, ഞങ്ങൾ ബൈബിൾ കൊണ്ടു കൊടുക്കാറില്ല. അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പം കത്തോലിക്കരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും, അല്ലെങ്കിൽ മറ്റ് പെന്തിക്കോസ്തുകാരല്ലേ മനസ്സിലാവും. ആ ധാരണ വെച്ച് പാസ്റ്റർ, അതായത് എന്നെ ഈ സഭായോഗത്തിന് വിളിച്ച ആ ദേവദാസൻ, പ്രവാചകൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മുന്നറിവ് ചില സൂചനകൾ കൊടുത്താൽ അത് വെച്ച് അങ്ങേക്ക് വല്ലതും കാച്ചിങ്ങീറോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു. അടുത്ത വീട്ടിൽ നിന്ന് ഒരു നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ബൈബിൾ സൊസൈറ്റിക്ക് വേണ്ടി ഒരു ബൈബിൾ വാങ്ങി. ആ ബൈബിളും കൈപ്പിടിച്ചുകൊണ്ട്, സാധാരണഗതിയിൽ സഹോദരിമാരാണല്ലോ ആദ്യം ചെല്ലുന്നത്, അത് കഴിഞ്ഞല്ലേ ഭർത്താക്കന്മാർ സാധാരണ ചെല്ലുന്നത്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അല്പം സമയം അല്പം ഡിഫറൻസിലാണല്ലോ ചെല്ലുക ചിലപ്പോഴൊക്കെ. ഞാൻ അതിനൊരു കാര്യം ചെയ്തു. ഞാൻ വൈഫിനോട്, ഞാൻ പുറകെ വന്നാൽ മതി, ഞാൻ ആദ്യം കയറിപ്പോക്കൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ബൈബിളും പിടിച്ച് ആദ്യം ഹോൾഡ് ചെയ്യും. ഞങ്ങൾ ചെന്നപ്പോൾ പ്രാർത്ഥന തുടങ്ങിയിരുന്നു. ഒരു സെറ്റിയിൽ അവിടെ ഇരുന്നോളാൻ പറഞ്ഞ് ഞാൻ ആ സെറ്റിയിൽ അവിടെ ഇരുന്നു. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വൈഫും കയറി വന്നു. വൈഫ് കൂടെ വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ ലേറ്റായ ആ വീട്ടിലേക്ക് ചെന്നത്. ആ ദേവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രസംഗിച്ചുകൊണ്ടിരുന്ന ദേവദാസൻ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയുകയാണ്, മകനെ, സത്യം നിനക്ക് വെളിപ്പെട്ടിരിക്കുന്നു, നീ എന്തിനു സംശയിക്കുന്നു, എഴുന്നേറ്റ് സമർപ്പിക്കുക, സത്യം നിനക്ക് പരിശുദ്ധാത്മ വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുക, എന്നെ ഒട്ടും സംശയിക്കേണ്ടെന്ന് പറയും. ഞാൻ അന്തം വിട്ടുപോയി. കാരണം ഞങ്ങൾ ബൈബിൾ വായിക്കുന്നതോ പഠിക്കുന്നതോ ചിന്തിക്കുന്നതോ ഒരു കുഞ്ഞിനോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ആരും അറിയാതെ ഞങ്ങൾ കുടുംബത്തിൽ മാത്രം ആ വിഷയം ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് അദ്ദേഹം എന്നോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് മറ്റു ചില വിഷയങ്ങളൊക്കെ സംസാരിച്ച് പേഴ്സണലായിട്ടുള്ള കാര്യം. അതിനുശേഷം നേരെ വൈഫിൻ്റെ അടുത്തേക്ക് ചെന്ന് വൈഫിനോട് ദൂത് പറയുക. ആ ദൂത് പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം എൻ്റെ പേര് വരെ പറഞ്ഞു. മുന്നേ ഞാൻ ജോലി ചെയ്തിരുന്ന ഫെഡറൽ ബാങ്കിൻ്റെ പേര് പറഞ്ഞു. അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. ഒരു മനുഷ്യൻ, ആദ്യമായിട്ട് കാണുന്ന മനുഷ്യന് ഇത്ര കൃത്യമായിട്ട് വിവരങ്ങളൊക്കെ എങ്ങനെ അറിയാം എന്ന് ചിന്തിച്ച് അത്ഭുതപ്പെട്ടു. അദ്ദേഹം അങ്ങനെ ചിലരോട് ദൂത് പറഞ്ഞിട്ട് പോയി വീണ്ടും പ്രസംഗം തുടർന്നു. വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്ക വന്ന് വീണ്ടും ആദ്യം പറഞ്ഞ അതേ ദൂത് ആവർത്തിച്ചു പറഞ്ഞു. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ വേർക്കാൻ തുടങ്ങി. ഈ ഞങ്ങൾ പിൻപറ്റുന്ന പാരമ്പര്യം വിട്ട് പെന്തിക്കോസ്തുകാരുടെ കൂടെ പോയാൽ എൻ്റെ വീട്ടിൽ എങ്ങനെ കയറും എന്നൊക്കെയുള്ള ചിന്തകൾ വന്നു. ഭയങ്കരമായ ആശങ്കകൾ, സംഘർഷങ്ങൾ ഉള്ളിലുണ്ടായി. അത് കഴിഞ്ഞതിനെ അവർ ദൂത് പറഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം പോയി പ്രസംഗം തുടർന്നു. കുറെ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും മൂന്നാമതും അദ്ദേഹം വന്നിട്ട് പറയുകയാണ്, മകനെ, എന്തിന് സംശയിക്കുന്നു, എഴുന്നേറ്റ് സമർപ്പിക്കൂ, സത്യം നിനക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നല്ലോ, എൻ്റെ സാക്ഷ്യം വഹിക്കാൻ നീ എഴുന്നേൽക്കൂ, എഴുന്നേറ്റ് നിന്നെ തന്നെ സമർപ്പിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ എനിക്ക് ഒന്നുകൂടി ഭയം വന്നു. എങ്കിലും ഞാൻ എഴുന്നേറ്റ് എന്നെ തന്നെ ദൈവസന്നിധിയിൽ ദൈവേഷ്ടത്തിനും ദൈവവചനം ജീവിക്കുവാനും സമർപ്പിച്ചു. അങ്ങനെ രക്ഷാനിലയം പ്രാപിച്ചു. അത് കഴിഞ്ഞ് അന്ന് വൈകിട്ട് ഞാൻ ഇടുക്കി ഭാഗത്ത് താമസിച്ചുകൊണ്ടിരുന്ന നായത്തറവാടിൽ ജനിച്ചു വളർന്ന ഒരു ഹൈന്ദവ ബാഗിൽ വിശ്വാസിൽ വന്ന ഒരു ഭാഷയാണെന്ന് ചർച്ചക്കൂടിന്റെ ഭാഷ.
അദ്ദേഹത്തെ എൻ്റെ നമ്പർ സെലക്ട് ചെയ്യാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, ഞങ്ങളെ സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ട്, സ്നാനപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ചെയ്യാം. ഞങ്ങളടുത്ത വെള്ളിയാഴ്ച സഹായത്തിന് അവിടെ വന്ന് സാക്ഷ്യം പറയണം, പിന്നത്തെ വെള്ളിയാഴ്ച ഞങ്ങൾ സ്നാനപ്പെടുത്താവുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ കാര്യം സ്നാനപ്പെട്ടാലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ കൂടത്തില്ല, കത്തോലിക്കപ്പള്ളിയിലാണ് കൂടുന്നത്. അപ്പോൾ അദ്ദേഹം ചില വാക്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ് അതിൻ്റെ അർത്ഥശൂന്യത ബോധ്യമാക്കാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു, എന്ത് പറഞ്ഞാലും അതൊന്നും നടക്കില്ല, പക്ഷേ ഞങ്ങൾ സ്നാനപ്പെടുത്താൻ പറ്റുമെങ്കിൽ അത് ചെയ്തു തന്നാൽ മാത്രം മതി, സ്നാനം ആവശ്യമാണെന്ന് എനിക്ക് ബോധ്യമായി, അതുകൊണ്ട് അത് പറ്റുമോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോരെയൊന്നും കുഴപ്പമില്ല, ഞങ്ങളടുത്ത ഞായറാഴ്ച അടുത്ത വെള്ളിയാഴ്ച ഒന്ന് സാക്ഷ്യം പറയൂ, പിന്നത്തെ വെള്ളിയാഴ്ച സ്നാനപ്പെടുത്താം, അങ്ങനെ ചെയ്യാമെന്ന് പറയും. അങ്ങനെ ഞാൻ പറഞ്ഞു, ഓക്കെ പറഞ്ഞു. പിന്നത്തെ വെള്ളിയാഴ്ച ഞങ്ങൾ സഭയിൽ ചെന്ന് സാക്ഷ്യം പറഞ്ഞു. അതിൻ്റെ പിന്നത്തെ വെള്ളിയാഴ്ച ഞങ്ങൾ സ്നാനപ്പെടാനിടയായി. ഞാനും വൈഫും എൻ്റെ മോളും, ഞങ്ങൾ 3 പേര് സ്നാനപ്പെട്ടു. മോനെന്ന് കുഞ്ഞാണ്. അങ്ങനെ സ്നാനപ്പെട്ട് ദൈവഭാഗത്തേക്ക് വരുവാൻ ദൈവം കൃപ ചെയ്തു. സാക്ഷ്യത്തിൻ്റെ അടുത്ത ഭാഗവും പ്രവചനത്തെ പറ്റിയുള്ള നമ്മുടെ പഠന പരമ്പരയുടെ ബാക്കി ഭാഗവും ദൈവം അനുവദിച്ചാൽ അടുത്ത പ്രാവശ്യം കേൾക്കാം. നമുക്ക് പ്രാർത്ഥനയായിരിക്കാം. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.